പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാളം BA മലയാളം ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത് എന്നൊക്കെ നോക്കാം. നമുക്ക് സെമസ്റ്റർ വൈസ് ഏതൊക്കെ സബ്ജക്റ്റാണ് വരുന്നത് നോക്കാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ BA മലയാളം ചൂസ് ചെയ്ത സ്റ്റുഡൻസിന് നമുക്ക് 6 സെമസ്റ്റർ ആണല്ലോ വരിക. ഈ 6 സെമസ്റ്ററിലും ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നും ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്നും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ 4 പേപ്പേഴ്സാണ് നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ വരുന്നത്. അതിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നത് മലയാള കവിതയാണ്. ഓക്കെ, മലയാള കവിത ആധുനികമാണ് നമുക്ക് ഫസ്റ്റ് പേപ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നിട്ടുള്ളത് കേരള ചരിത്രം, പ്രാചീനം, മധ്യകാലീനം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പേപ്പർ ആയിട്ട് വരുന്നത്. ഇനിയിപ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ മലയാളം എടുത്ത സ്റ്റുഡൻസിന് ഈ മലയാളം മാത്രമല്ലാതെ പുറത്തുള്ള സബ്ജക്റ്റും കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ നോളജ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആ പേപ്പേഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാ വരുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. പിന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് വരുന്നത് അത് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ലേണേഴ്സ് ക്യാൻ ചൂസ് എനി വൺ, അതായത് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ഹിസ്റ്റോറിക്കൽ ടൂറിസം ഉണ്ട്, കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ്, ലീഗൽ ലിറ്ററസി. അതിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഈ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങൾ BA മലയാളം എടുക്കുന്നെങ്കിൽ അവർക്ക് ഏറ്റവും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസം ആയിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്, അതായത് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ചെയ്തിട്ട് എടുക്കാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണല്ലോ മുന്നോട്ട് പോയി പഠിക്കുന്നതും, അപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റ് ഈ ലേണേഴ്സ് ക്യാൻ ചൂസ്, അതായത് നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാനുള്ളൊരു സബ്ജക്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്തായാലും എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത വരുന്ന സെമസ്റ്റർ ആണ് സെക്കൻഡ് സെമസ്റ്റർ. സെക്കൻഡ് സെമസ്റ്ററിൽ നമുക്ക് മേജർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് ചെറുകഥ സാഹിത്യമാണ്. പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നിട്ടുള്ളത് സംസ്കൃതമാണ് കേട്ടോ. സംസ്കൃതം പേപ്പറാണ് സെക്കൻഡ് പേപ്പർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത്. നാലാമത്തെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വരുന്നത് ക്രിമിനോളജി, മെഷീൻ ലേണിംഗ് ഫോർ ഓൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിലും മൂന്നിലും ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ മൊത്തം ടോട്ടൽ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ 4 പേപ്പേഴ്സാണ് വരുന്നത്. ഇനി തേർഡ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് മേജർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് ദൃശ്യ കലാസാഹിത്യമാണ് വരിക. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് 4 പേപ്പറാണ് വരുന്നത്. ഒന്ന് ഹിന്ദി ഉണ്ട്, സംസ്കൃതം ഉണ്ട്, അറബിക് ഉണ്ട്, പ്രായോഗിക മലയാളം. ഓക്കെ, ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സസ്, ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും 4 പേപ്പേഴ്സ് ഉണ്ടായത്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫിനാൻഷ്യൽ ലിറ്ററസി വരുന്നുണ്ട്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി വരുന്നുണ്ട്, മഹാത്മാഗാന്ധി, ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം.
പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിനും കാര്യങ്ങളും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓരോരോ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ഡാറ്റ അനലിറ്റിക്, പൈതൺ ഫോർ ഓൾ, ഹ്യൂമാനിസം ആൻഡ് ലോജിക്. ഓക്കെ, ഇങ്ങനെയുള്ള 3 പേപ്പേഴ്സാണ് വരുന്നത്. ഈ 3 പേപ്പേഴ്സിലും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതായത് 3rd സെമസ്റ്ററിലെ 5ാമത്തെ പേപ്പർ എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി, സോഷ്യൽ എത്തിക്സ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഈ 3rd സെമസ്റ്ററിൽ ടോട്ടലി 5 പേപ്പേഴ്സ് ആണ് വരിക കേട്ടോ. ഓക്കെ, ഇനി 4th സെമസ്റ്ററിൽ നമുക്ക് 5 പേപ്പേഴ്സ് ആണ് വരുന്നത്. മേജർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് മലയാള സാഹിത്യ വിമർശനമാണ്. ഓക്കെ, ഇനി മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസിൽ വരുന്നത് കേരളീയ നവോത്ഥാനം, ഗുരുപ്രഭാവം, ഇങ്ങനെ 2 പേപ്പേഴ്സാണ് വരിക. പിന്നെ എബിലിറ്റി, ഈ 2 പേപ്പേഴ്സിൽ നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം കേട്ടോ. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിൽ വരുന്നത് ഹിന്ദി വരുന്നുണ്ട്, അറബിക്ക് വരുന്നുണ്ട്, സംസ്കൃതം വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട് കേട്ടോ. പിന്നെ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് കമ്പൽസറി ആണ്, ഈ വാല്യൂ ആഡഡ് കോഴ്സ് കമ്പൽസറി ആണ്. ഇന്ത്യൻ നോളജ് സിസ്റ്റം, എൻവയോൺമെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. പിന്നെ ഇതാണ് ഈ ഇതിൽ 3 പേപ്പറാണ് വരുന്നത്, അതായത് കമ്പൽസറി പേപ്പറാണ്, നിങ്ങൾക്ക് ചൂസ് ചെയ്തേ പറ്റൂ. പിന്നെ 5ാമത്തെ റൈറ്റ് പേപ്പർ വരുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സമകാലിക ഗദ്യ വ്യവഹാരങ്ങളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ടോട്ടലി 5 പേപ്പറാണ് നിങ്ങൾക്ക് 4th സെമസ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് 5th സെമസ്റ്റർ നോക്കാം. BA മലയാളത്തിൽ നമ്മൾ 5th സെമസ്റ്ററിൽ വെറും 3 പേപ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അതിൽ തന്നെ മേജർ ഡിസിപ്ലിൻ കോഴ്സ് ആയിട്ട് വരുന്നത് മലയാള കവിത പ്രാചീന മധ്യകാലമാണ്. പിന്നെ അതിൽ ഭാഷാ ശാസ്ത്ര പഠനം ഉണ്ട് കേട്ടോ. ഇത് കമ്പൽസറി ആണ് ഈ പേപ്പറ്. പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസിൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ 2 മലയാളം ആണ് വരുന്നത്. അതിൽ ഗദ്യം, കഥേതര പാഠങ്ങൾ, പിന്നെ അതല്ലാതെ മലയാള സാഹിത്യ മാതൃകകൾ, ആത്മകഥ, ജീവചരിത്രം, യാത്രാ വിവരണം, അനുഭവ സാഹിത്യം എന്നിവയുള്ള പേപ്പേഴ്സാണ് വരിക. മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് അതായത് 3ാമത്തെ പേപ്പർ കേരള ചരിത്രം ആധുനികമാണ് നമുക്ക് ഈ 5th സെമസ്റ്ററിൽ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ ആണ് നമ്മുടെ BA മലയാളത്തിന്റെ 6th സെമസ്റ്റർ, ലാസ്റ്റ് സെമസ്റ്റർ ആണ്. മേജർ ഡിസിപ്ലിൻ കോഴ്സ് ആണ്. അതിൽ കമ്പൽസറി ആണ് പേപ്പർ വരുന്നത്. മലയാള നോവലും മലയാള വ്യാകരണമാണ് വരിക കേട്ടോ. ഓക്കെ, പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് ആണ്. അതിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, സ്റ്റുഡൻസും ചൂസ് ചെയ്യാം, മാധ്യമ പഠനം, ചലച്ചിത്ര പഠനം കേട്ടോ. പിന്നെ മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ നിങ്ങൾക്ക് സംസ്കൃതമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് BA മലയാളം സെമസ്റ്ററിൽ വരുന്ന പേപ്പേഴ്സ്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ പേപ്പേഴ്സൊക്കെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന പേപ്പേഴ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമ്പൽസറി പേപ്പേഴ്സും ഉണ്ട്, നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സും ഉണ്ട്. അപ്പോൾ പേപ്പേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ സബ്ജക്റ്റിനെ കുറിച്ച്, ആ പേപ്പറിനെ കുറിച്ച് കുറച്ചും കൂടി റിസർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അതല്ലാതെ തന്നെ ഈ മലയാളം പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ മലയാളം മാത്രമല്ലാതെ നിങ്ങൾക്ക് പുറത്തുള്ള നോളജും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് കുറേ പേപ്പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മലയാളം മാത്രമല്ല നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട്, അതായത് കുറച്ചും കൂടെ നോളജും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ഡാറ്റ അനലിറ്റിക് വരുന്നുണ്ട്, പിന്നെ അതല്ലാതെ തന്നെ സംസ്കൃതം ആയാലും ഹിന്ദി ആയാലും എല്ലാം നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ കൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെ കുറേ നോളജും ചലച്ചിത്രം ഒക്കെ എല്ലാ നോളജും എല്ലാം നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ മലയാളം പഠിക്കുന്നത് കൊണ്ട് തന്നെ ലാംഗ്വേജിന്, അതായത് കഥ, കവിത ഒക്കെ വായനയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് BA മലയാളം എന്ന് പറയുന്നത്. ഓക്കെ, കൂടാതെ തന്നെ പേപ്പേഴ്സ് സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സാണ്, നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ BA മലയാളത്തിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെ പേപ്പേഴ്സാണ്, ഏതൊക്കെ സെമസ്റ്ററിൽ ഏതൊക്കെ പേപ്പേഴ്സാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇവിടുന്ന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന
സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.